നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു പിന്നാലെ മാധ്യമങ്ങളും സർവേ വിദഗ്ധരും പുറത്തുവിട്ട പ്രവചന ഫലങ്ങൾ ബിജെപിക്ക് അനുകൂലം. രാജ്യം വീണ്ടും മോദിയുടെ കരണങ്ങളിലേക്കെന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. എന്നാൽ എല്ലാ സർവേകൾക്കും പൊതു സ്വഭാവമില്ല എന്ന് വോട്ട് ഷെയറും സീറ്റുകളും എണ്ണവും പരിശോധിച്ചവരിൽ മനസ്സിലാകും. കേരളത്തിൽ ബിജെപിക്ക് 1 മുതൽ 4 സീറ്റുകൾ വരെ കിട്ടുമെന്നും വോട്ട് ശതമാനം 14-ൽ നിന്ന് 23 ആകുമെന്നും പറയുന്നതും സിപിഎമ്മിന് സീറ്റ് കിട്ടില്ല എന്നും വോട്ട് വിഹിതം 33 ആകുമെന്നും പറയുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ്. സംസ്ഥാനത്ത് വോട്ട് പങ്കാളിത്തം കൂടുമെന്ന് ഉറപ്പാണ്. ഒരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ കൂടുതൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് സർവേ കുറെ കൂടി ആധികാരികമാവുകയായിരുന്നു. 2021 പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ച അതേ മാധ്യമങ്ങളും ഏജൻസികളുമാണ് ഈ സർവേയും നടത്തിയിരിക്കുന്നത്. അന്ന് മമതാ ബാനർജി അധികാരത്തിൽ നിന്ന് പോകുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രവചനം. അതേ മമത 213 സീറ്റുകളുമായി അധികാരത്തിൽ എത്തി എന്നതാണ് ചരിത്രം. ബിജെപി 75 സീറ്റുകളിൽ ഒതുങ്ങി. ഏതാണ്ട് അതേ സർവേ ഫലം തന്നെയാണ്, അല്ലെങ്കിൽ അതേ അവസ്ഥയിലേക്കാണ് ശനിയാഴ്ച പുറത്തു വന്ന സർവേയും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിലടക്കം ബിജെപി ശക്തമായ സാധ്യത അറിയിച്ചതിനാൽ അധികാരം നിലനിർത്തുമെന്നാണ് വിശകലന വിദഗ്ധരായ പ്രശാന്ത് കിഷോർ അടക്കം പറയുന്നത്. മോദിക്കും അമിത്ഷായ്ക്കും ആത്മവിശ്വാസവുമുണ്ട്. RSSന്റെ സഹായമില്ലാതെയാണ് ബിജെപി ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. വീണ്ടും അധികാരത്തിലെത്താമെന്ന ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ്. മോദി ആദ്യമേ പറഞ്ഞ 400 സീറ്റ് കിട്ടുമോ എന്ന സംശയമാണ്. കശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതും വികസന ക്ഷേമ പദ്ധതികളും സർക്കാരിന് അനുകൂലമാണ് എന്നാണ് കരുതുന്നത്. ബിജെപിക്ക് മികച്ച ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ കാലുവാരലോ അട്ടിമറി സാധ്യതകളോ ഇല്ലായിരുന്നു. തിരയാർന്ന ഭരണകൂടം എന്നത് ജനവിശ്വാസം കൂട്ടാൻ ഇടയാക്കി. ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയും അതുതന്നെയായിരുന്നു. അവ തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മമതാ ബാനർജി ഇടയിൽ നിൽക്കുന്നതിന് കാരണം അതാണ്. സഖ്യത്തെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്നാണ് മാത്രമാണ് മമത പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം NDA സഖ്യകക്ഷികൾ എല്ലാ സംസ്ഥാനങ്ങളിലും പരസ്പരം മത്സരിക്കാതെ പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അവർ പ്രചാരണ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയും കർണാടകയിലും 1-ലധികം തവണ അദ്ദേഹം റാലികൾക്കായി സമയം കണ്ടെത്തി. കർണാടക, ബംഗാൾ, ഡൽഹി എന്നിവിടങ്ങളിൽ സർക്കാർ വിരുദ്ധ തരംഗം ബിജെപിക്ക് അനുഗ്രഹമായി. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുടെയും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുടെയും അറസ്റ്റും ഗുണം ചെയ്തു. ബിജെപിക്കെതിരെ പ്രചാരണം നടത്തേണ്ടതുണ്ടതിന് പകരം കോൺഗ്രസ് മോദിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടത്തിയ പ്രചാരണങ്ങൾ തിരിച്ചടിയായി എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര പദ്ധതികളെല്ലാം താഴെത്തട്ടിൽ എത്തിക്കുന്നതിൽ നരേന്ദ്രമോദി പ്രത്യേകം ശ്രദ്ധ പതിച്ചിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായി എന്നും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചന്ദ്രയാൻ അടക്കമുള്ള വലിയ കുതിപ്പ് നടത്തിയതും നേട്ടമായി. കേരളത്തിൽ തൃശൂരിൽ താമര വിരിയുമെന്നാണ് സർവേ ഫലം പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലവട്ടം മണ്ഡലത്തിലെത്തി പ്രചാരണം നടത്തിയിരുന്നു. തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് എത്തിയതുപോലും അദ്ദേഹം വോട്ടർമാരെ ആകർഷിക്കാനുള്ള തന്ത്രമാക്കി മാറ്റി. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് ഇറക്കിയത് വലിയ ഗുണമായി എന്ന് തുടക്കത്തിലെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വിജയിക്കുമെന്ന് ചില സർവേകൾ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് കണ്ടറിയാം. എന്നാൽ മണ്ഡലത്തിലെ വോട്ട് ഷെയർ കൂടുതൽ സാധ്യതയുമുണ്ട്. UPയിലും ബിജെപിയിലും നടപ്പാക്കിയ കേന്ദ്ര പദ്ധതികളുടെ ഗുണം ഉറപ്പായും ലഭിക്കും. 80-ലധികം സീറ്റുകളുള്ള UPയിൽ മോദിയും മുഖ്യമന്ത്രി യോഗിയും ഇറങ്ങിയതാണ് തെരഞ്ഞെടുപ്പ് അറിയിച്ചത്. രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദി ഹൃദയഭൂമിയിൽ മേൽക്കൈ നേടാൻ സഹായിക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസം ബിജെപിക്ക് ഉണ്ടായിരുന്നു. ബിജെപിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്ന തമിഴ്നാട്ടിൽ 1 സീറ്റ് കിട്ടുമെന്ന് ചില സർവേകൾ പ്രവചിക്കുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയ്ക്ക് ഇത് വലിയ നേട്ടമായി കണക്കാക്കാനും പറ്റും. കർണാടകയിൽ ബിജെപി 25 സീറ്റ് നേടുമെന്നാണ് പറയുന്നത്. എങ്കിലത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. കാരണം അവർ അധികാരത്തിലേറിയിട്ട് അധിക നാളായിട്ടില്ല. ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കോൺഗ്രസിനായിരുന്നു. എന്നാൽ ബിജെപി JDUവിനെ സഖ്യകക്ഷിയാക്കിയത് മികച്ച നീക്കമായിരുന്നു എന്നാണ് സർവേകൾ പ്രവചിക്കുന്നത്. തെലങ്കാനയിൽ കോൺഗ്രസിനൊപ്പം മികച്ച രീതിയിൽ മുന്നേറാൻ മാത്രമേ BRSന്റെ പതനത്തിനും വഴിയൊരുക്കിയെന്നും വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ബിജെപി നില മെച്ചപ്പെടുത്തിയതായി വേണം കരുതാൻ. അതുകൊണ്ട് ഈ സംസ്ഥാനത്തിൽ നിന്ന് കൂടുതൽ കേന്ദ്ര മന്ത്രിമാർ ഉണ്ടാകും. അത് ബിജെപിയുടെ വളർച്ചയെ സഹായിക്കും.